ഇപ്പോൾ ഫെമിനിസം എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പലർക്കും പല ചിന്തകളായിരിക്കും, പലർക്കും പല മാനദണ്ഡങ്ങളായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം there are certain choices that I made in my life which may or may not be applicable to the feminist school of thought. But I am not bothered about that as long as I believe that you're a strong woman or you're a strong person if in your sound mind you can make your own decisions. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തീരുമാനം അതായിരുന്നു. അത് നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് എന്നെ ശക്തയാക്കുന്നത്. ആ തീരുമാനം ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ഒരു പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ബലഹീനതയാകാം, ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ബലമാകാം. ഒട്ടുമിക്ക വ്യക്തികളും ഇപ്പോഴും നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ളതാണല്ലോ. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ സ്ത്രീയുടെ ചുമതലയാണ് എന്ന് തന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരില്ല എന്നല്ല, പക്ഷെ അത് മാറുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കുറേ അധികം കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലൊക്കെ തന്നെ പരസ്പരം ചുമതലകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയിലെത്തുന്ന ധാരാളം പേരിപ്പോൾ വരുന്നുണ്ട്, വിച്ച് ഈസ് ഒബ്വിയസ്ലി എ ഗുഡ് തിങ്. സോ പക്ഷേ അതിലുപരിയായിട്ട്, അതായത് ഈ വീട്ടുജോലികൾ പങ്കുവയ്ക്കുക എന്നുള്ളതിലുപരിയായിട്ട് സ്ത്രീക്ക് സ്ത്രീയുടെയും പുരുഷന് പുരുഷൻ്റേതുമായിട്ടുള്ള സവിശേഷതകളുണ്ട് എന്നും അവ രണ്ടും സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇരു കക്ഷികൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. അതിന് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒന്നും വിചാരിച്ചാൽ പോലെ സമൂഹം മൊത്തത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരേണ്ടതായിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കുടുംബശ്രീ വന്നു. കുടുംബശ്രീ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് പല വീടുകളിലും കുടുംബങ്ങളിലും അത് സ്ത്രീകളിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് 25 years the kind of gender dynamics that it has brought about in the society is immense. അതുപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഐ ക്യാൻ സേ ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ MGNR രജിസ്റ്റർ മിഷൻ ഡയറക്ടറായിട്ട് 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഫീൽഡിൽ പോകുമ്പോൾ അമ്മമാരെ ഒക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അപ്പം അവർ ഇങ്ങനെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ. അപ്പം തൊഴിലുറപ്പിൽ വന്നതിന് ശേഷം എന്താണ് മാറ്റം സംഭവിച്ചത് എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ അറിയാനുള്ളൊരു കൗതുകത്തിൽ ചോദിക്കും. അപ്പോൾ എന്നോട് ഒരു ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പോൾ ഒരു കവർ കൂടെ പാല് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്, മുട്ട വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. Now that is for me that is empowerment. Not because she is earning by herself, but she chooses to use that money wisely for the nutrition of her children. അതാണ് ശരിക്കും എംപവർമെൻ്റ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ. സോ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് വി സ്റ്റിൽ നീഡ് ടു ഗ്രോ. ഫെമിനിസ്റ്റ് ആണോ? അതെ. I would think there are a million school of thoughts in feminism. ഓരോ സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്ത ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുക. I am basically any movement across the globe over the period of history we've seen, any movement as such which fights for the rights of people or rights of environment or living creatures or anything, it's basically a fight against injustices. അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം, ഒരു മൗലികമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് അനീതികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്, അന്യായത്തിനെതിരെയുള്ള ഒരു പൊരുതലാണ്, ദിനം പ്രതിയുള്ള ഒരു പൊരുതലാണ്. സോ ഇറ്റ് ഈസ്
more of, a continuous action than something you just read or you see or you listen to. Feminism is basically your life in action, according to me. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം everybody knows that men and women are made differently and they are different. So, to accept each other's differences and celebrate each other's differences and still be yourself in companionship with each other. That's the ideal world, right? ആ ഒരു ഐഡിയൽ വേൾഡിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം മാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ ഒരാളെ പ്രതിയാക്കി ഒരാളെ സാക്ഷിയാക്കി ഒന്നും നിർത്തേണ്ടുന്ന കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് യെസ്, ഐ ആം സമൺ ഹൂ ട്രൈസ് ടു സെലിബ്രേറ്റ് ദ ഡിഫറൻസസ്.